കേരള വിഷൻ ചാനൽ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട സുപരിചിതമായ ചാനലാണ്. കേരള വിഷൻ എന്നും സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമാണ്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഏറ്റവും നല്ല കുടുംബശ്രീ സംരംഭകർക്കുള്ള ഒരു തെരഞ്ഞെടുപ്പുമായിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള വിഷൻ ടീം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെത്തിയപ്പോൾ കേരള വിഷൻ്റെ ഈ ഒരു സംരംഭത്തോടൊപ്പം ഒരു ജൂറി ആയിട്ട് ഞാനും അംഗമായിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഏകദേശം 16ഓളം യൂണിറ്റുകളാണ് കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഞങ്ങൾ സന്ദർശിച്ചത്. 120ഓളം എൻട്രികൾ കിട്ടിയതിൽ നിന്നും വളരെ വലിയ പ്രയത്നം നടത്തിയാണ് അത് 15ആയി ചുരുക്കിയെടുത്തത്. കണ്ടിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും ഒന്നിനൊന്ന് മികച്ചതാണ്. ഏതിനാണ് അവാർഡ് കൊടുക്കേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ ജൂറി അംഗങ്ങളായിട്ടുള്ള എല്ലാവരും വിഷമിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല 10ഓളം കുടുംബശ്രീ പ്രോജക്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ സുനിൽനാഥാണ് എറണാകുളത്ത് നിന്ന് എത്തിയിരിക്കുന്നത്. ജൂറി അംഗങ്ങളായി എന്നോടൊപ്പം കവയത്രിയും പൊതുപ്രവർത്തകയുമായിട്ടുള്ള ശ്രീമതി ബൃന്ദ പുനലൂരും, അതുപോലെ തന്നെ എഴുത്തുകാരിയായിട്ടുള്ള സംരംഭക കൂടിയായിട്ടുള്ള ശ്രീമതി യമുനയുമാണ്. ഞങ്ങൾ 15ഓളം പ്രോജക്റ്റുകൾ കണ്ട് എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. ഏത് പ്രോജക്റ്റിന് കൊടുക്കണം എന്നറിയാതെ ജൂറി അംഗങ്ങൾ വിഷമിക്കുന്ന ഒരവസ്ഥയിലാണ്. എങ്കിലും മികച്ച 10 പ്രോജക്റ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ട്, അതും വ്യത്യസ്തങ്ങളായിട്ടുള്ള, സമൂഹത്തിന് സന്ദേശം നൽകുന്ന, മാതൃകയായിട്ടുള്ള, മറ്റുള്ളവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകളെ തിരഞ്ഞെടുക്കണമെന്ന് ജൂറി ഐക്യകണ്ഠേന ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ജൂൺ 21-ന് ഇതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കും. അതിൽ എല്ലാവരും ആ ഒരു സംരംഭത്തിൽ പങ്കുചേരണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം ഒരു പ്രോജക്റ്റുമായി, ഒരു പ്രോഗ്രാമുമായി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന കേരള വിഷൻ ടീമിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാനും ജൂറി അംഗമെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു.